ഒരു ആത്മാവിന് പല മരണസമയങ്ങളുണ്ട്. ഒരു മരണം കഴിയുമ്പം ഒരു സ്റ്റഡി ഫേസിലായിരിക്കും എന്ന് പറയും ഒരു സോള്. അത് നമ്മൾ പറയുന്ന പ്രേതാവസ്ഥ. മരിച്ചു കഴിയുമ്പം പഞ്ചഭൂതത്താലുള്ള ശരീരം ഇവിടെ അലിഞ്ഞു ചേർന്ന് പോയി കഴിഞ്ഞ് ഈ ജീവൻ ഒരു പഠനം നടത്തുന്നതാണ് പറയുന്നത് അവൻ്റെ ഓവറോൾ ലൈഫിനെ കുറിച്ച്. അവിടെയാണ് ഈ കാർമിക് കാൽക്കുലേഷൻസ് വരുന്നത്. അവൻ ഡിലേ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് എപ്പോഴെങ്കിലും അവന് കിട്ടും. നമ്മൾ ആസ് എ സോൾ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിക്കണം. പക്ഷെ അത് നമുക്ക് ഡിലേ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. നമുക്ക് ഒന്നും ഡിനൈ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഡിലേ ചെയ്യിപ്പിക്കാനും ഫാസ്റ്റാക്കി കിട്ടാനും, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ റിസീവ് ചെയ്യാൻ നമ്മൾ റിസെപ്റ്റീവ് എൻഡിൽ റെഡി ആണെന്ന് യൂണിവേഴ്സിന് മനസ്സിലാവുമ്പോഴാണ് പ്രകൃതിയുടെ മുന്നിൽ കള്ളത്തരം. നമ്മൾ 5 സെൻസസ് അല്ലേ, അതിനു മുകളിലേക്ക് നമ്മൾ 6ാം സെൻസ്, 6ാം ഇന്ദ്രിയത്തിലേക്ക് കണക്റ്റ് ആയി. നമ്മളിപ്പോ അതായത് ഇപ്പൊ ഒരു മെജോറിറ്റിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇല്ല ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയും. അതിന് കാരണം എന്താ വെച്ചാൽ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഭയങ്കര കച്ചറ സ്വഭാവമുള്ള ചില മനുഷ്യന്മാരെ നമ്മൾ കാണും. അതായത് വി നോ എക്സാക്ട്ലി വാട്ട് ദേ ഡിഡ്, പക്ഷെ നമ്മൾ കാണുന്നത് അവരുടെ ഗ്രോത്ത് ആണ്. അവരെന്തൊക്കെ ചെയ്താലും ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നോക്കുമ്പോൾ എവിടെ കർമ്മ എവിടെ എന്ന് നമ്മൾ ചോദിക്കും. അവിടെയാണ് പാസ്റ്റ് ലൈഫ് റെലവൻസ്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ മുൻപ് ഉള്ള 80 ലക്ഷം ജന്മങ്ങളില് നല്ലതാണോ? 80 ലക്ഷം ജന്മം എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഒരു മനുഷ്യ ജന്മം കിട്ടും. 4 ലക്ഷത്തോളം മനുഷ്യ ജന്മങ്ങൾ കഴിയുമ്പോഴാണ് നമുക്ക് മോക്ഷം കിട്ടുക, അല്ലെങ്കിൽ ലിബറേഷൻ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം നമ്മളുടെ സോൾ എന്ന് പറയുന്ന ഒരു ലൈഫ് ഫോഴ്സ് ആണ്, ഒരു ജീവൻ. അത് എക്സ്പയർ ആകുന്നു എന്ന് പറയാം. അത് ഇപ്പൊ നമ്മൾ പഞ്ചഭൂതമായ ശരീരത്തിൽ നമ്മളുടെ ആത്മാവ് ഇരിക്കുകയാണ്. ഇത് സംയോജിക്കുമ്പോഴാണോ നമ്മൾ എന്ന ഐഡന്റിറ്റി ഉണ്ടാകുന്നത്. മഞ്ജു എന്ന് പറയുന്ന ഐഡന്റിറ്റി എന്താണ്? മഞ്ജുവിന്റെ ആത്മാവും ആ പഞ്ചഭൂതമായ ശരീരവും ആ മനസ്സും, ആ മനസ്സിന്റെ അകത്തൂടെ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? മഞ്ജുവിന്റെ പാസ്റ്റ് ലൈഫിൽ നിന്ന് മഞ്ജു ചെയ്ത എല്ലാ കർമ്മങ്ങളും, അതിന്റെ പോസിറ്റീവ്സ് ആണ്. നല്ല ആരോഗ്യമായി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നതെല്ലാം നമ്മളുടെ ബ്ലെസ്സിങ്സ് ആണ്. നമ്മളുടെ പോസിറ്റീവ് കർമ്മ ഉണ്ടാവുമ്പോൾ, ഏറ്റവും പോസിറ്റീവ് കർമ്മ കൂടി നിൽക്കുമ്പോഴാണ് നമ്മൾ ഇന്ന് ഏറ്റവും ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റം ഉള്ള മനുഷ്യജനം നമ്മളുടെ അറിവിൽ ആയിട്ട് നമുക്ക് ജനിക്കാനായിട്ട് അവസരം ഉണ്ടാവുന്നത്. അപ്പം അത്രയും റിഫൈൻഡ് ആവും നമ്മൾ, ഒരു സോൾ അത്രയും റിഫൈൻഡ് ആവും. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ നെഗറ്റീവുകളാണ്. ആ നെഗറ്റീവിനെ തന്നെ നമ്മൾ ഇത്രയും അനുഭവിക്കുമ്പോൾ നമ്മൾ അത് ഹീല് ചെയ്യുക. ചെയ്തതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല, പക്ഷെ നമുക്കതിന് പരിഹാരങ്ങൾ ചെയ്യുക. ഇപ്പം നമ്മൾ കണ്ണി കൊള്ളേണ്ടതിനെ പുരികത്ത് കൊണ്ടുവിടുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവെയർനെസ് ഉണ്ടാവുക. ഞാൻ ഇപ്പം എന്തൊക്കെയോ ബുദ്ധിമുട്ട് എൻ്റെ ലൈഫിൽ ഇപ്പം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഇത് എൻ്റെ തന്നെ കർമ്മയുടെ റിഫ്ലക്ഷനാണ്. പുറത്തൊരാൾ എന്നോട് വഴക്കുണ്ടാക്കി, എൻ്റെ അച്ഛനോ അല്ലെ അമ്മയോ എൻ്റെ പാർട്ട്ണറോ അടുത്ത് വഴക്കുണ്ടാക്കി, അത് എൻ്റെ ഉള്ളിലെ എനർജി അവർ റിഫ്ലക്റ്റ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ അവരെ പോയിട്ട് കുറ്റം പറയുകയാണെങ്കിൽ നമ്മളൊന്നും പഠിക്കില്ല. നമ്മൾ അവരെ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്നും പഠിക്കില്ല. പക്ഷെ അതേസമയം അവിടെ ഒരു വഴക്കുണ്ടായി എന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ മാറ്റേണ്ടത് എന്താണ് എന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നു. അവിടെ കർമ്മ ക്ലിയറൻസ് നടക്കുന്നു. അങ്ങനെ നമ്മൾ റിഫൈൻഡായി വരുമ്പോഴാണ് നമ്മളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുക. ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് റിസീവ് ചെയ്യാൻ നമ്മൾ റെഡി ആണെങ്കിൽ ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻസ് നടക്കും. പക്ഷെ ആ ആത്മാവിന് അതിലും വലിയ ലിമിറ്റേഷൻ, അതിലും വലിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ചെറിയ ലിമിറ്റേഷൻസ് മറികടന്നാൽ അവൻ അവിടെ എത്താം. എത്ര പേര് സ്വപ്നം കാണുന്ന ആ ലൈഫിൽ എത്തുന്നുണ്ട്? ഒരു ആവറേജ് ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുക. എന്തുകൊണ്ടാ? തൊട്ടപ്പുറത്ത് ഇരിക്കുന്നവൻ എങ്ങനെ ജീവിക്കുന്നു? അവനെന്താ ഉള്ളത്? അവനൊരു കാറ് മേടിച്ചു, എനിക്ക് ആ കാർ, അല്ലെ അതിൽ 1 ലക്ഷം രൂപ കൂടുതലുള്ള കാർ. ഇങ്ങനല്ല ചിന്തിക്കേണ്ടത്. എനിക്കെന്ത് വേണം, എനിക്കെന്താണ് ഇഷ്ടമുള്ളത്, അതാണ്. ഇപ്പം ഞാൻ എൻജിനീയറിങ് പഠിച്ചിട്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാനൊരു എൻജിനീയറിങ് ജോബിൽ പോയി ആദ്യം. പക്ഷെ എവിടുന്ന് സമാധാനം കിട്ടുന്നില്ല. അവസാനം എന്നെ ഈ വഴിയിൽ എത്തിച്ചത് എൻ്റെ നിയോഗത്തിൽ ഞാൻ എത്തിയതാണ്. അതിന് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എനിക്ക്. കാരണം മനസമാധാനം എന്താണെന്ന് സത്യമായിട്ട് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്.
എൻ്റെ നിയോഗത്തിൽ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. എൻ്റെ കുടുംബത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ എന്നെ പരിചയമുള്ള ആർക്കും ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിലെത്താൻ അത്ഭുതം തന്നെയായിരുന്നു. ഡെഫിനറ്റ്ലി എനിക്ക് പോലും. കാര്യം നമ്മൾ എല്ലാവർക്കും ഉണ്ടല്ലേ ഭക്തിയോ ആത്മീയതയൊക്കെ, അതൊക്കെ ഉള്ളിൽ വെക്കുക എന്നുള്ളതല്ലാതെ ഇത് പഠിച്ച് റിസർച്ച് ചെയ്ത് ഇതിലേക്ക് ഒരു പാഷനായിട്ട് ഇതും എൻ്റെ ഒരു കരിയർ ഫീൽഡായിട്ട് ഞാൻ സൈഡിൽ കൂടെ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അത് ഒരു അത്ഭുതമാണ്. അപ്പോൾ അത് എൻ്റെ ചില ലിമിറ്റേഷൻസ്, എൻ്റെ കാർമിക് ഡെറ്റ്സ് എന്ന് പറയാം, അത് ഞാൻ ക്ലിയർ ചെയ്യാൻ എനിക്കൊരു അവസരം വന്നതുകൊണ്ട് ആണ്. അതൊക്കെ നമുക്ക് ഒരാളുടെ ജാതകം നോക്കുമ്പോൾ അല്ലെങ്കിൽ ടാറോ നോക്കുമ്പോൾ അവൻ ഈ ജന്മത്തിൽ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ക്ലിയർ ചെയ്യാൻ പറ്റും, അവൻ്റെ ഈഗോയിസ്റ്റിക് ഷീൽഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഈഗോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈഗോ എന്ന് പറയുമ്പോൾ പലപ്പോഴും എല്ലാവരും കാണുന്ന ഒരു വാശിയോ അല്ലെ അങ്ങനെയൊക്കെ കാണുന്ന ഒരു രീതി, അതല്ല, ഒരു പ്രൊട്ടക്റ്റീവ് കവചമാണെന്ന് പറയും. ഇപ്പം കർണന് കവചകുണ്ടലം എന്ന് പറയുന്നത് പോലെ എല്ലാ മനുഷ്യരും ഉള്ളിൻ്റെ ഉള്ളിൽ സെൻസിറ്റീവ്, പേടിയാണ്. എനിക്ക് സങ്കടം വരുമോ, മറ്റൊരാൾ കാരണം എനിക്ക് വിഷമം ഉണ്ടാവുമോ, മറ്റൊരാൾ ദേഷ്യപ്പെടുവോ, അല്ലെങ്കിൽ ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് സങ്കടം വരുമോ, ഞാൻ ഹേർട്ട് ആവരുത്. ഇതാണ് ബേസിക്കലി അതിനു വേണ്ടി എടുത്തിടുന്ന കവചമാണ് ഈഗോ. ആ ഈഗോ നമ്മൾ ചെറുതായിട്ട് തുടങ്ങി, നമ്മൾ ജനിക്കുമ്പോൾ മുതലുള്ള ഡെവലപ്പ് ചെയ്ത് ആ ഈഗോ ഘനപ്പെട്ടിട്ട് നമ്മൾ വേറെ എന്തൊക്കെയോ ആയി മാറുകയാണ്. അതാണ് സത്യം. നമ്മളല്ലാണ്ടാവുകയാണ്. അപ്പോൾ തിരിച്ചിടണം. നമ്മൾ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളതിലേക്ക് കോൺഷ്യസ്ലി മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. പക്ഷേ ഇസ് ദാറ്റ് ആക്ച്വലി ദാറ്റ് ഈസി? അതായത് ഒട്ടും ഈസി അല്ല. ശില്പയ്ക്ക് ഐ യു ഏബിൾ ടു ഡു ദാറ്റ്? ഇപ്പൊ ഇത്രയും അതായത് ഇപ്പൊ ശില്പ പറഞ്ഞ പോലെ ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്ന് വഴക്കിടാണെങ്കിൽ അതിനെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ അതൊക്കെ ഇപ്പൊ പറ്റുമോ? അവിടെയാണ് പുറത്തുനിന്ന് ഒരാൾ വന്ന് വഴക്കിടില്ല. കാര്യം എൻ്റെ എനർജി ഞാൻ മാറ്റുമ്പോൾ, ഞാൻ ആ വഴക്ക് എന്നുള്ള എനർജിയിൽ നിന്ന് ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ മാറ്റി ഞാൻ ഹയർ വൈബ്രേഷനിൽ നിൽക്കുമ്പോൾ വഴക്ക്, നെഗറ്റീവ് ഇമോഷൻസ്, സങ്കടം, ഇതെല്ലാം ലോവർ വൈബ്രേഷനാണ്. നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള വഴിയിലൂടെ പോകുമ്പോൾ നമ്മളെ ഹയർ വൈബ്രേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് വഴക്ക് വരുന്നില്ലല്ലോ, അപ്പൊ പിന്നെ അത് ഡീൽ ചെയ്യേണ്ടി വരുന്നില്ലല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ ഹയർ വൈബ്രേഷൻ, ഇത് ഞാൻ പല റീലുകളിൽ കണ്ടിട്ടുണ്ട്. അതായത് ഹൗ ഡു യു നോ യു ആർ എ ഹൈ വൈബ്രേഷൻ പേഴ്സൺ എന്ന്. ഈ ഹൈ വൈബ്രേഷൻ ആളാവുക എന്നുള്ള പരിപാടി അതെങ്ങനെയാ ചെയ്യുക? സിമ്പിൾ ആയിട്ട് ഇപ്പം നമുക്ക് ഹൈ വൈബ്രേഷനിലാണോ എന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുക, വെറുതെ ഇരിക്കുമ്പം നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഇവിടെ ഒരു ഭാരം ഫീൽ ചെയ്യുന്നുണ്ടോ, നമുക്ക് ഒരു സ്ട്രെസ് ഉണ്ടോ, നമുക്ക് ഒന്നും ചിന്തിക്കാതെ കൂളായിട്ട് ഇപ്പം ഇരിക്കുന്നിടത്ത് ഇങ്ങനെ ഇരിക്കാം, സുഖമായിട്ടിരിക്കാം എന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഹയർ വൈബ്രേഷനിൽ പോകാൻ റെഡിയാണ്. ഹയർ വൈബ്രേഷനിലായെന്ന് പറയുന്നില്ല, ഹയർ വൈബ്രേഷനിൽ എത്തുമ്പോൾ ഈ ചോദ്യം ചോദിക്കേണ്ടി വരില്ല. വരുന്നതിന് മുമ്പ് തന്നെ കോൺഷ്യസ്ലി എനിക്കറിയാം ഞാൻ എന്താ ഫീൽ ചെയ്യുന്നതെന്ന്. നമ്മൾ 5 സെൻസസ് അല്ലേ, അതിനു മുകളിലേക്ക് നമ്മൾ 6ാം ഇന്ദ്രിയത്തിലേക്ക് കണക്റ്റ് ആയിരിക്കും. 5 സെൻസസ് എങ്ങനെയാ? ഇപ്പം ഫോർ എക്സാമ്പിൾ ടച്ച്, അത് എക്സ്റ്റേണലി സ്റ്റിമുലസ് ആണ്, അല്ലേ? കേൾക്കുന്നത് പുറത്ത്, നമ്മുടെ ശരീരത്തിന് പുറത്തുള്ളത് നമ്മൾ കേൾക്കുകയാണ്. സ്മെല്ല് പുറത്തുള്ള, ഇപ്പം ബ്ലഡ് ശരീരത്തിന് പുറത്ത് വരുമ്പോൾ അതിനൊരു സ്മെല്ലുണ്ട്, ഒരു ഗന്ധമുണ്ട്. നമ്മൾ ലിറ്റർ കണക്കിന് ബ്ലഡ് ശരീരത്തിനുള്ളിൽ ഓടുകയാണ്, നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അതുപോലെ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബോഡി വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ പൾസ് പോലും നമ്മളിങ്ങനെ വെക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു ഫീലിംഗ് അല്ലേ? അപ്പോൾ എക്സ്റ്റേണലി ആണ് ഈ 5 സെൻസസും വേണം. കാര്യം ഈ ലോകത്ത് സർവൈവ് ചെയ്യാനാണ്. അപ്പൊ അതെന്താ? 5 സെൻസസ് എന്താണ്? സർവൈവൽ ഇൻസ്റ്റിങ്സ് ആണ്. ഈ 5 സെൻസസിൽ നിൽക്കുമ്പോൾ നമ്മൾ സർവൈവൽ മോഡിലാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷനെ സർവൈവ് ചെയ്യണമെന്നല്ലേ ഉണ്ടാവുക. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആഗ്രഹങ്ങൾ നേടുക? ഇതെങ്ങനെയും കടന്നു പോകണം. അതായത് നമ്മൾ രക്ഷപ്പെടണം എന്നല്ലേ ചിന്തിക്കുന്നത്. അവിടെ നമ്മൾ 5 സെൻസസിനെ മാസ്റ്റർ ചെയ്യാൻ പഠിക്കണം. അതായത് നമ്മളെ ഇതൊന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഇതൊന്നും വേണ്ടെന്നല്ല, ഇതെല്ലാം കോൺഷ്യസ്ലി ഞാൻ അവെയറാണ്, പക്ഷെ ഇതൊന്നും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ
വലിയൊരു സൗണ്ട് കേട്ടാലും എൻ്റെ ഫോക്കസ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉണ്ടാവുന്നു. അവിടെ ഞാൻ നല്ല ഷാർപ്പായിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ആ കേൾവി എന്നെ അഫക്റ്റ് ബാധിക്കുന്നില്ല. അങ്ങനെ 5 സെൻസസും കടന്നു ചെല്ലുമ്പോൾ നമ്മൾ 6th സെൻസുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മളുടെ ഇൻറ്റ്യൂട്ടീവ്, അതായത് നമ്മളുടെ സോൾ ലാംഗ്വേജ് ആണ് ഇൻറ്റ്യൂഷൻ. ദ വേ ആ സോൾ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് അസ്. ഈ ഗട്ട് ഫീൽ എന്നൊക്കെ പറയുന്നത്, ഗട്ട് ഫീല് അത് ഗട്ടിലൂടെയാണ് ആദ്യം പറഞ്ഞു തരിക. നമുക്ക് എന്ത് കാര്യങ്ങളും നമ്മുടെ ഗട്ടിലാണ് ആദ്യം മനസ്സിലാവുക. അതായത് നമുക്കത് മനസ്സിലാവും. ഇപ്പം നമ്മൾ ഒരു സാഹചര്യത്തിൽ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു റൂമിലേക്ക് ആദ്യം കയറി ചെല്ലുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടുത്തെ ഓറ കിട്ടും, നമുക്ക് പെട്ടെന്ന് അവിടുത്തെ ആൾക്കാരെ നമുക്ക് മനസ്സിലാവും. പക്ഷെ സെക്കൻഡ് തോട്ടിൽ നമ്മൾ അനാലിസിസ് തുടങ്ങും, മൈൻഡ് പ്ലേ തുടങ്ങും. അപ്പം ഇൻറ്റ്യൂഷനെ നമ്മൾ കേൾക്കുന്നില്ല. അപ്പം ചിലപ്പോൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പം ഈ കുട്ടി എന്തോ ഒരു പണി തരും, ഒന്ന് കെയർഫുള്ളാവും, പക്ഷെ നല്ല പെരുമാറ്റം. അപ്പം നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും, പാവം അതാ. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് അത് വരും. കാര്യം നമ്മുടെ സോള് നമ്മളോട് പറഞ്ഞു. അപ്പം നമ്മൾ ചിന്തിക്കും, നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതായിരുന്നു, ഇത് നമ്മളോട് ഓൾറെഡി നമ്മുടെ ഇൻറ്റ്യൂഷൻ പറഞ്ഞതല്ലേ. അപ്പോൾ നമ്മളുടെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ സോർട്ടഡ് ആണ്. ഇതാണ് ഹയർ വൈബ്രേഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് ഇല്ല, ടെൻഷൻ ഇല്ലാതെ നമുക്ക് റൈറ്റ് ആക്ഷൻ അറ്റ് ദ റൈറ്റ് ടൈം ചെയ്യാൻ പറ്റും. അതാണ് ബേസിക്. അപ്പൊ ഈ റീലുകളിൽ പറയുന്നത് ഹയർ വൈബ്രേഷനിലുള്ള ആളുകളുടെ അടുത്തേക്ക് ആനിമൽസ് ഓട്ടോമാറ്റിക്കലി അട്രാക്റ്റഡ് ആയിട്ട് വരും, കുട്ടികൾ, തീരെ ചെറിയ കുട്ടികൾ വരും, ആളുകൾ നിങ്ങളുടെ ചുറ്റും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇതൊക്കെയാണ് ഈ ഹയർ വൈബ്രേഷനുള്ള ആളുകളുടെ ലക്ഷണങ്ങൾ ശരിക്കും ഉള്ളതാണ്. അതൊരു ലക്ഷണമാണ്. അത് വളരെയധികം കറക്റ്റ് ആയിട്ട്. കാര്യം മൃഗങ്ങള് ഈ പറയുന്ന പോലെ മറ്റൊരാൾ എന്ത് പറയുന്നു നോക്കി ജീവിക്കേണ്ട കാര്യം അവർക്കില്ല. അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നത്. അതുകൊണ്ട് അവരവരുടെ ഇൻസ്റ്റിങ് ഇപ്പം ഒരു പൂച്ച ഉദാഹരണം ഇവിടെ വാന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് പോകും, അതിന് തോന്നി അത് ഇങ്ങോട്ട് വരും അല്ലേ. മൃഗങ്ങൾ പിന്നെ ബാക്കി എന്താ, നമ്മൾ മെരുക്കിയൊക്കെ എടുക്കുന്നതാണ് പെറ്റ്സ് ഒക്കെ. അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നത് പോലെ നമ്മളും മൃഗങ്ങളുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ അല്ലേ. അപ്പം ജസ്റ്റ് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ കോൺഫിഡൻസോടുകൂടി നമ്മൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ. പക്ഷെ അവിടെ മനുഷ്യനായതുകൊണ്ട് മൃഗങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ട്. എന്താണ്, മൃഗങ്ങൾക്ക് തോന്നുമ്പോൾ അവിടെ നിൽക്കുന്ന മൃഗത്തിനെ പോയി അറ്റാക്ക് ചെയ്യണം തോന്നിയാൽ അതും ചെയ്യും. പക്ഷെ നമ്മുടെ നെർവസ് സിസ്റ്റം ഡെവലപ്ഡ് ആണ്, നമുക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്. എന്താണ്, കർമ്മ കോൺഷ്യസ്നെസ് ഉണ്ട്. എൻ്റെ ശരീരത്തിനെയോ മനസ്സിനെയോ ആത്മാവിനെയോ വേറൊരാളുടെ ശരീരത്തിനെയോ മനസ്സിനെയോ ആത്മാവിനെയോ നോവിക്കുന്നത് ചെയ്യാൻ പാടില്ല. അത് കൺട്രോൾ ചെയ്യുക. മനസ്സിലായി. ഈ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിന്റെ കറക്റ്റ് ഉത്തരം എനിക്ക് കിട്ടില്ല. അതായത് ഈ കർമ്മ ഇവിടെ ഇപ്പൊ ബാഡ് കർമ്മ ചെയ്തിട്ടും വളരെ ഓക്കെ ആയിട്ട് നിൽക്കുന്നത് അവരുടെ പാസ്റ്റ് ലൈഫ് കർമ്മ കൊണ്ടിട്ടാണോ? അവരുടെ പാസ്റ്റ് ലൈഫില് അവർക്ക് ഈ ബാലൻസ് ഷീറ്റില് കിടക്കുകയാണ് നല്ല പുണ്യ കർമ്മകൾ. അത് തീരുമ്പോ ഇവൻ ഇപ്പോ ചെയ്യുന്ന പ്രശ്നമാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കിട്ടാൻ തുടങ്ങും. അതായത് യൂണിവേഴ്സ് ഒന്നും ഇങ്ങനെ കണ്ടില്ലെന്ന് വെച്ച് വെറുതെ വിടില്ല. യൂണിവേഴ്സ് എല്ലാം കാണും. ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ മഞ്ജുവിന് ലോട്ടറി വിൻ ചെയ്തു, ലക്കി ഡ്രോ, ഓക്കെ. ഇപ്പോൾ ഒരു 1 lakh കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ മഞ്ജു പറയും, ഭാഗ്യം അല്ലേ, എവിടെ നിന്ന് വന്നു ഈ ഭാഗ്യം? മുൻ ജന്മത്തിൽ മഞ്ജു എന്തോ കർമ്മകളൊക്കെ ചെയ്തു, അന്ന് അതിന് റിവാർഡ് കിട്ടിയില്ല, അന്നത് കിട്ടിയില്ല. ബട്ട് ഈ ഏത് ജന്മാന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ ഈ ജന്മത്തിൽ മഞ്ജു പ്രിപ്പയർഡ് ആണ് അത് റിസീവ് ചെയ്യാൻ. അപ്പോൾ അധ്വാനിക്കാതെ 1 ലക്ഷം രൂപ ലക്കി ഡ്രോയിൽ കിട്ടിയപ്പോൾ മഞ്ജു പറഞ്ഞു ഭാഗ്യാന്ന്. ഇത് മഞ്ജുവിൻ്റെ ഭാഗ്യം പാസ്റ്റ് ലൈഫ് കർമ്മയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അസുഖങ്ങൾ വരുന്നതാണെങ്കിലും, നമ്മൾ ചീറ്റിംഗ് അനുഭവിക്കുന്നത്, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുന്നത് ഒക്കെ എല്ലാം പാസ്റ്റ് ലൈഫ് കർമ്മയാണെന്ന്. പാസ്റ്റ് ലൈഫിൻ്റെ തുടർച്ച. നമുക്ക് ഇപ്പം നമ്മൾ ഇന്നലെ മഞ്ജു ഇട്ട ഡ്രസ്സിൽ മഞ്ജു ചെയ്ത ഒരു ആക്ടിവിറ്റി, അതിൻ്റെ ചിലപ്പം റിസൾട്ട് ഇന്നായിരിക്കും കാണാൻ പോകുന്നത്. ഇന്നലെ ഇട്ട ഡ്രസ്സല്ല ഇന്നിട്ടിരിക്കുന്നത്, പക്ഷെ റിസൾട്ട് അവിടെ കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ ആത്മാവ് ഇപ്പം നമ്മൾ ഡ്രസ്സ് മാറുന്ന പോലെ പല ശരീരം ചൂസ് ചെയ്യുന്നു, മനസ്സിലായില്ലേ? അതിന് അവൈലബിൾ ആയിട്ടുള്ള അത് അപ്ഗ്രേഡ് ചെയ്ത് വരുമ്പോഴാണ് മനുഷ്യ ജന്മങ്ങളിലേക്ക് വരുന്നത്. അതുപോലെ ഈ ഒരു നമ്മളെക്കുറിച്ചുള്ള ബോധം അല്ലെങ്കിൽ ആ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ
നമ്മളെടുക്കുക ഇപ്പം 4 ലക്ഷം ജന്മങ്ങളുണ്ടെന്ന് പറയുന്നതിൽ അതിൽ കുറച്ച് ഓൾഡ് സോൾസ് ആകുമ്പോൾ അഡ്വാൻസ്ഡ് ലൈഫിൽ എത്തുമ്പോഴാണ് നമുക്ക് അതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായി വരിക. ഓക്കെ. ഇപ്പൊ ഈ വരാനുള്ളത് എന്തായാലും വരും, വഴിയിൽ തങ്ങൂല എന്ന് പറയുമല്ലോ. കാരണവന്മാരോട്ട് എല്ലാരും പറഞ്ഞു നമ്മൾ വരാനുള്ളത് വഴി തങ്ങൂല. അപ്പൊ പിന്നെ അങ്ങനെയുള്ളപ്പോ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആസ്ട്രോളജിസ്റ്റിനെ മീറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവര് ഇപ്പൊ ടാരോ റീഡിങ് ചെയ്യുന്നതും അവര് പറയുന്നത് പോലെ വഴിപാടുകൾ കഴിക്കുന്നതും പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നതും എന്തിനാണ്? എന്തായാലും വരുമല്ലോ. ഇല്ല, അതായത് വരൂലേ? ഇല്ല. അങ്ങനെയുണ്ടോ? ഉണ്ട്. കാര്യം ഇത് റിസീവ് ചെയ്യാൻ നമ്മൾ റെഡി അല്ലെങ്കിൽ വരൂല. വരും ചിലപ്പം 2 ജന്മം കഴിഞ്ഞാണെങ്കിലോ. നമുക്കിപ്പോൾ വേണ്ടേ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇപ്പം വേണ്ടേ? അതുപോലെ തന്നെ തടസ്സങ്ങളും. ഇപ്പോൾ ഒരാൾക്ക് ഇന്ന കർമ്മദോഷമുണ്ട്, അവനത് ഹീലാക്കാം. ചിലർ ഹീലാക്കാനുള്ള ബോധം ആവില്ല അവനുണ്ടാവുക. വഴിപാട് ചെയ്ത് ഇപ്പൊ ജോലി സമയാന്ന് പറയാം ഒരു ജോലിസി, പക്ഷെ ഇന്ന കുറച്ച് തടസ്സമുണ്ട്, ഈ വഴിപാട് അങ്ങോട്ട് ചെയ്തു. ഇവൻ വിശ്വസിച്ച് ആ വഴിപാട് ചെയ്യുമ്പോൾ ആ മൊമെന്റിൽ അവന്റെ തടസ്സം മാറി അവൻ ആ ജോലി കിട്ടുമായിരിക്കും. പക്ഷെ അവൻ അനുഭവിക്കേണ്ട തടസ്സം അവൻ ഡിലേ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് എപ്പോഴെങ്കിലും അവന് കിട്ടും. നമ്മൾ ആസ് എ സോൾ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിക്കണം. പക്ഷെ അത് നമുക്ക് ഡിലേ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. നമുക്ക് ഒന്നും ഡിനൈ ചെയ്യിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഡിലേ ചെയ്യിപ്പിക്കാനും ഫാസ്റ്റ് ആക്കി കിട്ടാനും, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ റിസീവ് ചെയ്യാൻ നമ്മൾ റിസെപ്റ്റീവ് എൻഡിൽ റെഡി ആണെന്ന് യൂണിവേഴ്സിന് മനസ്സിലാവുമ്പോഴാണ്. പ്രകൃതിയുടെ മുന്നിൽ കള്ളത്തരമില്ല. പ്രകൃതിയുടെ മുന്നിൽ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഇഫ് യു ആർ നോട്ട് ആക്ച്വലി കോൺഫിഡൻറ്റ്, ആ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യേണ്ട ആ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരില്ല. ഇപ്പം ഇൻ്റർവ്യൂ പോയിട്ട് ഞാൻ നന്നായിട്ട് ചെയ്തല്ലോ, എനിക്ക് ആ ജോലി കിട്ടാത്ത എന്താ? ആക്ച്വലി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയാണ് ഉണ്ടായിരുന്നു. അതാണ്. ഓക്കെ. ഇപ്പൊ ഈ മരണം എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് വൈ ഹിം അല്ലെങ്കിൽ വൈ ഷീ എന്നുള്ളൊരു ചോദ്യം. ഈ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലാതെ ഒരാള്, അതായത് ഇപ്പൊ ചിലപ്പോൾ അവരുടെ ജാതകം എഴുതുന്ന സമയത്ത് 70 വയസ്സ് വരെ ആയുസ് അല്ലെങ്കിൽ 80 വയസ്സ് വരെ ആയുസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അവർ നേരത്തെ മരിച്ചിട്ടുണ്ടാവും. അതെന്താണ് അങ്ങനെ? അതായത് ചിലർ പെട്ടെന്ന് നേരത്തെ മരിക്കും. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, ഇതിപ്പോ ചോദ്യം വൈ ഹിം ഓർ ഹെർ എന്നുള്ളതാണോ നേരത്തെ എന്തുകൊണ്ട് മരിക്കുന്നു? രണ്ടും. ഇതിപ്പം ഒരു ആത്മാവിന് പല മരണസമയങ്ങളുണ്ട്. നമ്മളൊക്കെ ഈ ഭാഗ്യം എന്ന് പറയുന്ന സാധനം ഇല്ലെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഭാഗ്യമില്ല, പക്ഷെ നമ്മളൊക്കെ ഭാഗ്യത്തിന്റെ മേൽഭാഗ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നവരാ. കാര്യം ആ നടന്നുപോയി ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി നമ്മളെ വന്ന് ഇടിക്കേണ്ടതായിരുന്നു, അത് അവിടെ ഇടിക്കാണ്ട് പോയത് ഭാഗ്യമാണ്. ഇത് നമ്മൾ അറിയുന്ന പോലുമില്ല. അപ്പോൾ ഒരുപാട് മരണ സമയങ്ങൾ നമുക്കുണ്ട്. അതിൽ നാച്ചുറലായിട്ട് ഉള്ള ഡെത്ത് സംഭവിക്കേണ്ട സമയമാണ് ഈ 70 വയസ്സ്. അതായത് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കും. അതിൻ്റെ അകത്ത് ഉർവാരുകം എന്ന് പറയും. അതായത് ഒരു കുമ്പളങ്ങ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് ഒരു വള്ളിയിലാണല്ലേ. ആ കുമ്പളങ്ങ അവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ ആ വള്ളിക്കും കേടില്ല. അത്രയും വെയിറ്റ് ഉള്ളൊരു സാധനം വീഴുമ്പോൾ ആ വള്ളിക്കും കേടില്ലാതെ അത് വലിയ സ്മൂത്തായിട്ടാണ് അതിന്ന് വിട്ട് പോകുന്നത് നാച്ചുറലി. അതുപോലെയാണ് ഒരാത്മാവിൽ നിന്നും നാച്ചുറൽ ഡെത്ത് സംഭവിക്കേണ്ടത്, ജീവൻ പോവേണ്ടത്. പക്ഷെ ആ നാച്ചുറൽ, അതിപ്പോൾ 70 വയസ്സായിരിക്കാം ജാതകത്തിൽ നോക്കുമ്പോൾ, ആ നാച്ചുറലായിട്ട് ഡെത്ത് സംഭവിക്കേണ്ടതിന് മുൻപ് മരിക്കുമ്പോഴാണ് അത് അപകട മരണമെന്നോ അല്ലെങ്കിൽ നേരത്തെ എന്നൊക്കെ ഉള്ളത് ഉണ്ടാവുക. ചിലവർക്ക് 70 വയസ്സ് ആവില്ല, ചിലവർക്ക് അത് ജാതകം അനുസരിച്ച്. അത് നമുക്ക് ജാതകം നോക്കുമ്പോൾ 9ാം ഭാവാധിപൻ്റെയൊക്കെ നിൽപ്പനുസരിച്ചിട്ട് നമുക്കത് കൃത്യം ഏറെക്കുറെ പറയാൻ പറ്റും. പക്ഷെ അത് ആരും പറയില്ല. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. അതാണ് സത്യം. ജീവിക്കുന്ന സമയം ജീവിക്കുക. അത് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റിൽ എല്ലാവരും എപ്പോഴും ചോദിക്കുന്നത്, അതായത് നമ്മളെപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ ഈ ഓവർ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് വളരെ ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, മരിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത്. ഇപ്പൊ ചിലപ്പോ ഒരാൾ മരിച്ച അതേ സമയത്ത് വേറെ എവിടെയെങ്കിലും ഒരു കുട്ടി ജനിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളാണ് വന്നിരിക്കുന്നതൊക്കെ ആൾക്കാർ പറയും. ഈ ശരിക്കും ആക്ച്വലി ആഫ്റ്റർ ഡെത്ത് എന്താ സംഭവിക്കുക? ശരിക്കും മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് മരിച്ച ആരും തിരിച്ചു വന്ന് പറഞ്ഞിട്ടില്ല. അതാ ചോദിക്കുന്നത്. നമുക്ക് വേദങ്ങളിലൊക്കെ ഉള്ള അറിവുകളാണ്. നമ്മൾ ഒരു മരണം കഴിയുമ്പം ഒരു സ്റ്റഡി ഫേസിലായിരിക്കും എന്നാ പറയുക ഒരു സോള്. അത് നമ്മൾ പറയുന്ന പ്രേതാവസ്ഥ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു
ഹെലികോപ്റ്റർ വ്യൂ അല്ലെങ്കിൽ ബേർഡ്സ് ഐ വ്യൂവിൽ നമ്മൾ എല്ലാം കാണുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാണുന്നതിലും കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ലേ എന്ന് പറയുന്നത് പോലെ മരിച്ചു കഴിയുമ്പോൾ പഞ്ചഭൂതത്താലുള്ള ശരീരം ഇവിടെ അലിഞ്ഞു ചേർന്ന് പോയി കഴിഞ്ഞ് ഈ ജീവൻ ഒരു പഠനം നടത്തും എന്നാണ് പറയുന്നത് അവൻ്റെ ഓവറോൾ ലൈഫിനെ കുറിച്ച്. അവിടെയാണ് ഈ കാർമിക് കാൽക്കുലേഷൻസ് വരുന്നത്. അപ്പോൾ ഈ മരിക്കുന്ന സമയത്തുള്ള ഇവൻ്റെ ആഗ്രഹം അനുസരിച്ച് ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി അത് മെയിൻ സോൾ പർപ്പസ് ആയിട്ടായിരിക്കും ഇവൻ അടുത്ത ജന്മം ഡിസൈൻ ചെയ്യപ്പെടുക. പക്ഷെ ആ ഡിസൈന് ചെയ്യപ്പെടുന്നതിനും ആ ലൈഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവൻ ചെയ്ത പ്രവൃത്തികളുടെ പോസിറ്റീവ്സ് ബാലൻസ് ഷീറ്റ്, നെഗറ്റീവ്സ് ബാലൻസ് ഷീറ്റ് എടുക്കും. ഇതെല്ലാം അനുഭവിക്കാൻ പാകത്തിന് നമ്മൾ തന്നെ ചൂസ് ചെയ്യാണ് നമ്മുടെ അടുത്ത ലൈഫ്. അപ്പം നമ്മൾ തന്നെ ചൂസ് ചെയ്യും നമ്മളുടെ പാരൻസിനെ. എനിക്ക് ഇന്ന ആളുടെ മക്കളായിട്ട് എനിക്ക് ആ ലൈഫാണ് ഇനി എനിക്ക് അടുത്ത എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടത്. അപ്പോൾ ആ പാരൻസ് ആയിട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന സോൾസ് അവർ എഗ്രി ചെയ്യണം. ഓക്കെ, എൻ്റെ ഗർഭപാത്രത്തിലൂടെ ഞാൻ നിന്നെ ഭൂമിയിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു പ്രോമിസ് അമ്മ തരികയാണ്, അമ്മയാകുന്ന സോള് തരികയാണ്, പ്രൊട്ടക്ഷൻ തരിക എന്നുള്ള അച്ഛനാകുന്ന സോള്. ആ രണ്ട് സോളുമായിട്ട് നല്ല കർമ്മ കാണും, ഇത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമ്മളിപ്പോ ചിലപ്പോ പറയില്ലേ ശത്രുക്കളാണ് മക്കളായിട്ട് വരിക. കറക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ശത്രുത മാത്രം ആവണമെന്നില്ല കേട്ടോ. പല നമ്മൾ വെറുതെ ഒന്ന് പറഞ്ഞു വെക്കാം ശത്രുക്കളാണെന്നുള്ളത്. കർമ്മയുണ്ട്, പോസിറ്റീവും നെഗറ്റീവും കർമ്മയുണ്ട്. അപ്പം നമ്മളുടെ ഒരു ജന്മത്തിൽ നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയുന്നതൊക്കെ നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് കർമ്മ എന്തെങ്കിലും കർമ്മ എനർജി എക്സ്ചേഞ്ച് നടത്തിയിട്ടുള്ളവരാണ്. ജസ്റ്റ് ഇമാജിൻ നമ്മളൊരു 80 ലക്ഷം ജന്മം എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ മഞ്ജു ഈ ലൈഫിൽ എത്ര പേരോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ജന്മം നോക്കുമ്പോൾ ഇവരെല്ലാം സോൾമേറ്റ്സ് ആവും, നമ്മൾ സോൾമേറ്റ്സ് ആവും അടുത്ത ജന്മത്തിൽ വരുമ്പോൾ എന്ന് പറയുന്ന പോലെ 80 ലക്ഷത്തിലപ്പുറം ജന്മം എടുക്കുമ്പോൾ അത്രയും പേരുമായിട്ട് എനർജി എക്സ്ചേഞ്ച് നടത്തിയിട്ടില്ലേ? അവരൊക്കെ നമുക്ക് ഈ ജന്മത്തിൽ കണ്ടുകൂടാ എന്നില്ലല്ലോ. മനസ്സിലായി. അതായത് എവിടേക്കോ നമ്മൾ കണ്ടിട്ടുള്ള ആളുകളാണ് ഏതൊക്കെയോ സ്ഥലങ്ങളിൽ, അല്ലെ? ഇപ്പൊ സോൾമേറ്റ്സ് എന്ന് പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കാം, പാർട്ട്നേഴ്സ്, കല്യാണം തന്നെ പറയാനുള്ള പാർട്ട്നേഴ്സ്. ഇപ്പൊ നമ്മൾ പറയുമല്ലോ ഒരാൾക്ക് ഇന്ന ആള്, ഓരോ അരിയിലും അത് കഴിക്കേണ്ടവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ഇന്ന ആൾക്ക് ഇന്ന ആളിനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയാ. അതിനിപ്പോ നമ്മളിപ്പോ സ്പിരിച്വലി പറയുകയാണെങ്കിൽ അതിൽ നമ്മള് നമ്മുടെ ജാതകമൊക്കെ നോക്കും, അല്ലെ? ജാതകം നോക്കുകയൊക്കെ ചെയ്യും. ജാതകത്തിൽ 10 പൊരുത്തം അല്ലെങ്കിൽ 10 9 പൊരുത്തമൊക്കെ ഉള്ള ആളുകള് ഇവര് റിയൽ ലൈഫിലേക്ക് വരുമ്പോ അത് വർക്ക്ഔട്ട് ആവൂല. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് ഇവിടെ പറഞ്ഞത് ശരിക്കും സെറ്റാണ്, ഇവര് യോജിക്കേണ്ടവരാണ് എന്നാണല്ലോ. അത് പറഞ്ഞതിന്റെ പ്രശ്നമാണ്. കാരണം ഇപ്പം നമ്മളുടെ ഒരാളുടെ ജാതകം നമുക്ക് ലക്ഷം പേരുമായിട്ട് ചേർക്കാം, ഈ ഒരാളുമായിട്ടല്ല. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഒരുപാട് സോൾമേറ്റ്സ് ഉണ്ട്. പിന്നെ അതല്ലേ നമ്മളിപ്പോ പറഞ്ഞത്. ഇപ്പം 80 ലക്ഷം ജന്മം എടുത്തിട്ടുണ്ട്, ഒരു ജന്മത്തില് 1 ലക്ഷം പേരുമായിട്ട് ഇന്ററാക്ട് ചെയ്തോന്ന് വിചാരിക്കുക. അടുത്ത ജന്മം വരുമ്പോൾ ഈ 1 ലക്ഷം പേര് സോൾമേറ്റ്സ് ആണ്. അവരെ കണ്ടാൽ സോൾമേറ്റിനെ കണ്ടു എന്ന് പറയാം. ഈ സോൾമേറ്റ് എന്നുള്ളതിന് അർത്ഥം എൻ്റെ പാർട്ട്ണർ എന്നല്ല. ഇപ്പൊ എൻ്റെ സ്കൂൾമേറ്റ് എന്ന് പറയുന്ന എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആള്, അല്ലെ? എൻ്റെ കോളേജ് മേറ്റ്, എൻ്റെ കൂടെ കോളേജിൽ ഉണ്ടായിരുന്ന എല്ലാവരും എൻ്റെ കോളേജ് മേറ്റ് ആണ് പിന്നെ, അല്ലെ? എന്ന് പറയുന്നത് ഞാൻ ഒരു സോളായി, ഒരു ജീവനായി ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ ഇടപെട്ടിരുന്ന ജീവനുകളെല്ലാം ആ ജന്മശേഷം ഞാൻ ഏതെങ്കിലും ഒരു ജന്മത്തിൽ കാണുമ്പം നമുക്ക് എന്തോ ഒരു നമുക്ക് എന്തോ ഒരു കോൺഷ്യസ് എന്താണെന്ന് അറിയില്ല, എന്തോ കാണുമ്പോ പറഞ്ഞ എന്തോ കുറെ കാലമായിട്ട് പരിചയമുള്ളവരെ പോലെ തോന്നുന്നു. അതൊക്കെ സോൾമേറ്റ്സ് ആണ്. റൊമാൻറ്റിക് കണക്ഷൻസ് ഉള്ളത് മാത്രമല്ല സോൾമേറ്റ്സ്. അപ്പോ നമ്മളുടെ ഈ പറഞ്ഞ വൈബ്രേഷൻ ഉണ്ടല്ലോ, എനർജി വൈബ്രേഷൻ, ഈ കാണുന്നതിൽ ആരുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് രണ്ടുപേരുടെയും കല്യാണം എന്നുള്ളത് അല്ലെങ്കിൽ റിലേഷൻ എന്നുള്ളതാവുമ്പോൾ അവർ തമ്മിൽ കണക്ട് ആവുന്നു എന്നുള്ളത് ഒന്നും സ്ഥായി അല്ലല്ലോ, ഒന്നും സ്ഥായിയായി നിൽക്കുന്ന കാര്യമല്ല. ഇപ്പം റിലേഷൻഷിപ്പ് വന്നിട്ട് ബ്രേക്ക് ആയി, സീരിയസ് റിലേഷൻഷിപ്പ്, കല്യാണം കഴിക്കും എന്ന് വിചാരിച്ചു എന്നിട്ട് ബ്രേക്ക് ആയി എന്നുള്ളത്, അത് ഈ പറഞ്ഞ പോലെ സോൾമേറ്റ് ആയിരിക്കും, പക്ഷെ കാർമിക് സോൾമേറ്റ് ആയിരിക്കും. അവർ തമ്മിൽ മുൻജന്മത്തിലെ എന്തോ ഒരു എനർജി എക്സ്ചേഞ്ച് പൂർത്തീകരിക്കാതെ പോയി.
ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കണം. അപ്പൊ അത് ഇൻകംപ്ലീറ്റഡ് ആണ്. complete- ആ, അപ്പൊ അത് ഈ ജന്മത്തിൽ വന്നിട്ട് അവര് കംപ്ലീറ്റഡ് ആക്കി. അപ്പൊ അത് അവരുടെ ദൗത്യം കഴിഞ്ഞു. അവര് നമുക്ക് എന്തെങ്കിലും ലെസൺസ് പഠിപ്പിക്കുകയും ചെയ്യും. കാർമിക് സോൾമേറ്റ്സ് എപ്പോഴും നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കി തരും, നമുക്കൊരു ലെസൺസ് തരും. സോളിന് അത്രേ ആവശ്യമുള്ളൂ. സോളിന് കല്യാണം കഴിക്കാന്നോ കുട്ടി ഉണ്ടാവുകയെന്നോ അതൊന്നും അല്ല സോളിന്. ഫോറെവർ പരിപാടി വേണമെന്നില്ല. ഇല്ല, സോളിന് ഗ്രോത്ത് ആണ്. അതിൽ നമ്മൾ ഒരു മനുഷ്യനായിട്ട് ജനിക്കുമ്പം എല്ലാം അനുഭവിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. വേണം അതിലെല്ലാത്തിലും കൂടെ കല്യാണം കഴിക്കുക, കുട്ടി ഉണ്ടാവുക, ആഗ്രഹങ്ങൾ അനുഭവിക്കുക, ഇതെല്ലാം ചെയ്യണം, എത്തിപ്പിടിക്കണം. അങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത്. പക്ഷെ അതിലൊക്കെ അറ്റാച്ച്മെന്റ് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അതായത് കല്യാണം കഴിച്ചു, പ്രശ്നങ്ങൾ വന്നാൽ ഡിവോഴ്സ് ചെയ്യേണ്ടതാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യണം. അതല്ലാതെ അതിൽ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ ആങ്സൈറ്റി, ഫിയർ, ഫ്യൂച്ചറിനോടുള്ള ഒറ്റയ്ക്കായി പോവോ, ലോൺലിനെസ്സിനോടുള്ള പേടി, ഇതൊക്കെ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതിനുള്ള ഗട്സ് ഉണ്ടാവുന്നില്ല. പക്ഷെ നമ്മൾക്ക് മനസ്സിൽ തോന്നുന്നതാണ് ഇത് ഒത്തുപോവില്ല, അതെൻ്റെ കാർമിക് സോൾമേറ്റ് ആയിരിക്കാം. പക്ഷെ നമ്മൾ സോൾമേറ്റ് ആണെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. എല്ലാത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുകയും വേണം. There is nothing called forever, അല്ലേ? അതെ.